പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടുന്ന് നമുക്ക് നൽകുന്ന അപ്പം, ആഹാരം എപ്പോഴും നമ്മുടെ രുചിക്ക് അനുസരിച്ചുള്ളതായിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകൃത്യം എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 78ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4ാമത്തെ യാചനയെക്കുറിച്ചുള്ള വിചിന്തനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണല്ലോ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഇന്ന് നൽകണമേ എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. കാണുകയുണ്ടായി, ദൈവം നമുക്ക് എന്താണ് ആവശ്യം അറിഞ്ഞ് ദൈവം തരും. അതിലേക്കുള്ളൊരു വിട്ടുകൊടുക്കലാണ് ഈ ഒരു പ്രാർത്ഥന വഴി. ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ആ ആവപിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ സമ്പൂർണ്ണ വിട്ടുകൊടുക്കുക. അവിടെ നമുക്ക് അപ്പം തരും. ആ ഒരു വിട്ടുകൊടുക്കലിന്റെ പ്രശാന്ത അനുഭവിക്കാൻ നമ്മൾ കഴിഞ്ഞ സെഷൻ കാണുകയുണ്ടായി. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടുന്ന് നമുക്ക് നൽകുന്ന അപ്പം, ആഹാരം എപ്പോഴും നമ്മുടെ രുചിക്ക് അനുസരിച്ചുള്ളതായിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. വചനം പറയുന്നുണ്ടല്ലോ, ഏശയ്യായുടെ പുസ്തകത്തില് 30ാമത്തെ അധ്യായത്തില് 20, 21 തിരുവചനം നമുക്കറിയാം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. പിതാവിനെ കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ ഈശോ യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായത്തില് 58, 59 ഒക്കെ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ഞാൻ പിതാവ് മൂലമാണ് ഈ ഭൂമി ജീവിക്കുന്നത്, അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. നമ്മൾ കണ്ടതാണ്. ദീപികാരണമായ അപ്പം ഞങ്ങൾക്ക് എന്നും തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ അത് അർത്ഥമാക്കുന്നുണ്ട് എന്ന് കണ്ടതാണ്. പിതാവിനെ കൊണ്ട് ആണ് ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ ഈശോ പക്ഷേ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കുരിശിൽ കിടന്നുകൊണ്ട് ആ പിതാവിന്റെ സാന്നിധ്യം ഇല്ലെന്നായ ഒരു അനുഭവം ഈശോയ്ക്ക് ഉണ്ടായി. അപ്പോൾ ഈശോ അവിടെ എന്തുകൊണ്ട് എൻ്റെ ദൈവമേ എന്നെ ഉപേക്ഷിച്ചുവെന്ന് നിലവിളിച്ചുകൊണ്ട് പരാതിപ്പെടുന്ന പോലെ ചോദിച്ചു. സങ്കീർത്തനം 22 ഉദ്ധരിച്ചുകൊണ്ടാണ് നമുക്കറിയാം. പക്ഷെ സങ്കീർത്തനത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പരാതിയുടെ സങ്കീർത്തനമല്ല, കൃതജ്ഞതയുടെ സ്തുതിപ്പിന്റെ സങ്കീർത്തനമാണെന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള പ്രാർത്ഥന ഈശോ നടത്തുമ്പോൾ, സങ്കീർത്തനം വെച്ച് നടത്തുമ്പോൾ അതിനുള്ള ഉത്തരം അവിടെ ദൈവം കൊടുക്കുന്നില്ല. പക്ഷെ ഈശ്വര ഉത്തരം നമുക്ക് നൽകുന്നുണ്ട്. അങ്ങയുടെ കാര്യങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഈശോ ഉദ്ദേശിക്കാത്തൊരു അനുഭവമാണ്, പ്രതീക്ഷിക്കാത്ത അനുഭവമാണ് പിതാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുക വഴിയായിട്ട് ഈശോ കുരിശിൽ ലഭിക്കുന്നത്. പക്ഷെ ഈശോ അതിനെ ഒരു നിരാശയും കലക്കമായിട്ട് അവസാനിപ്പിക്കുകയല്ല, ആ പിതാവിന്റെ കരങ്ങളിലേക്ക് തന്നെ സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ദൈവത്തിലും ഈ കഷ്ടതയുടെ അപ്പം, ക്ലേശത്തിന്റെ ജലം, അതാണല്ലോ കുരിശിൽ കിടക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മൾ കണ്ടതാണ്. ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന അപ്പം ദൈവം നമുക്ക് വേണ്ടി വളരെ കരുത്തോടെ കരുതി വെച്ചിട്ടുണ്ട്, കണ്ടതാണ്. ആ സാന്നിധ്യമാകുന്ന അപ്പം ഈശോയ്ക്ക് കിട്ടാൻ പോയി. അവിടെ ഈശോ ചെയ്യുന്നത് ആ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച് ചോദിക്കുന്നതായ അപ്പം നമുക്ക് കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്നവന് കിട്ടുന്നില്ലാത്ത അവസരങ്ങളും ഉണ്ടാവാൻ നമ്മൾ കണ്ടിരിക്കണം. ദാനിയേലിന്റെ പുസ്തകത്തില് 3ാമത്തെ അധ്യായത്തില് 18ാമത്തെ തിരുവചനത്തില് 3 ബാലന്മാരെ തീയിലേക്ക് ഇടുന്ന രംഗം അത് നമ്മൾ വായിക്കുമ്പോൾ ഈ യുവാക്കന്മാര് രാജാവിന് കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ടല്ലോ, തീയിലേക്ക് ഇടുന്നതിന് മുമ്പ്, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചോളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവരാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും രാജാവേ, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. എന്നിട്ട് വീണ്ടും പറയാണ്, ദാനിയേൽ 3, 17, 18 വാക്യങ്ങളാണ്. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ തന്നെ ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. അപ്പൊ അവിടുന്ന് സർവശക്തനാണ് ഞങ്ങളെ മോചിപ്പിക്കാൻ. ഇനി അവിടുന്ന് മോചിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ അവിടുത്തെ ഒരിക്കലും ഉള്ളുകൊണ്ട് മാറ്റിവെക്കുകയല്ല, ഉപേക്ഷിക്കുകയല്ല എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിന്റെ വിട്ടുകൊടുക്കല്, വിട്ടുകൊടുക്കലിന്റെ ഒരു അനുഭവം ഹബക്കൂക്ക് പ്രവാചകന്റെ 3ാമത്തെ അധ്യായത്തില് അവസാന വാക്യങ്ങളിൽ സമാനമായ ആശയം അദ്ദേഹം പങ്കുവെക്കെ നമുക്കറിയാമല്ലോ. അത്തിവൃക്ഷം പൂക്കുന്നില്ലേലും മുന്തിരി കായ്ക്കുന്നില്ലേലും ഒലിവില് കൈകളില്ലെന്നായാലും അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ, കന്നുകാലിൽ കൂടെ അറ്റുപോയാലും ആട്ടുമാറ്റം ഇല്ലെന്നായാലും ഞാൻ ദൈവത്തെ വാഴ്ത്തും സ്തുതിക്കും എന്ന് പറയുന്ന ഹബക്കൂക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരു സമ്പൂർണ്ണ വിട്ടുകൊടുക്കലിലേക്ക് നമ്മൾ വരണം എന്നും കൂടെ
ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇത് തരണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ആവശ്യകമാണ്. അപ്പൊ എന്താണ് എനിക്ക് ആവശ്യമെന്ന് ഞാനല്ല തീരുമാനിക്കുന്ന, അപ്പ തീരുമാനിച്ചാൽ മതി. അപ്പ എനിക്ക് വേണ്ടി എടുക്കുന്ന ഏത് തീരുമാനവും എൻ്റെ നന്മയ്ക്കായിട്ട് വരുന്ന എനിക്കറിയാം. അതെനിക്ക് വിശ്വാസമാണ്. ഇപ്പൊ കയ്പുള്ള മരുന്നാണ് അപ്പ കുഞ്ഞിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിലും കൊച്ചിന് കഴിച്ചിട്ട് മേല, പക്ഷെ അപ്പായാണ് ഒഴിച്ചു തരുന്നത്. കുഞ്ഞ് കഴിച്ചിട്ട് വിഷമിച്ചിട്ട് അപ്പായി നോക്കും. അപ്പ പറയാണ് ഇറക്കിക്കൂ. അപ്പ അങ്ങനെ പറയുമ്പം ഒട്ടും ഇറക്കാൻ തോന്നുന്നില്ലെങ്കിലും അപ്പ പറയുന്നതായതുകൊണ്ട് അത് കുഞ്ഞ് ഇറക്കുകയാണ്. അപ്പ ഇതിലുള്ള വിശ്വാസം, അപ്പായുള്ള സ്നേഹം, അവിടെയാണല്ലോ നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം. നമ്മുടെ ലൈഫിൽ ഏറ്റവും ബഹുമാന്യമായ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഓർമ്മയും അനുഭവമുള്ള ബോധ്യമുള്ള വ്യക്തി പേര് ദൈവം ആവണം. അപ്പോഴാണ് നമുക്ക് അവിടുത്തെ വാക്കുകൾ അനുസരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ദൈവരാജ്യം. അപ്പോഴാണ് ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതികൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിലും അതൊരു ചുറ്റുപാട് ആകാനിട വരുന്നത് കണ്ടു കഴിഞ്ഞ കാര്യമാണല്ലോ. അപ്പൊ അതിന്റെ ബാക്കിയിലേക്ക് വരുമ്പോഴും, നാലാമത്തെ അതിലേക്ക് വരുമ്പോഴും വാസ്തവത്തിൽ അത് തന്നെ പറയുന്നത്, ഈ അബായുടെ ഏത് ഭക്ഷണം നൽകലിനും സന്തോഷത്തോടെ വിട്ടുകൊടുത്തേ. ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണോ, പ്രതീക്ഷിക്കാത്ത ഭക്ഷണമാണോ, കയ്പുള്ള ഭക്ഷണമാണോ, ക്ലേശത്തിന്റെ അപ്പം, കഷ്ടത്തിന്റെ ജലം ആയിക്കോട്ടെ, അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് റോമ 8:28 നമ്മൾ വായിക്കുന്നത്. അവിടുത്തെ സ്നേഹിക്കുന്നവരെ സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. എൻ്റെ അപ്പ എൻ്റെ ജീവിതത്തിലെ സകല അനുഭവങ്ങളും അവിടെ നിന്ന് ഏത് വഴിയോട് നടത്തിയാലും അതെല്ലാം നന്മയായിട്ട് മാറ്റുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവിടുത്തെ കരങ്ങളിലേക്ക് എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. നമ്മൾ ഒരു കാർഡിനൽ സൂവനൻസ് 2ാം വത്തിക്കാൻ കൗൺസിൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കസ്മാറ്റിക് കൃപയുള്ള കർദിനാള്, അദ്ദേഹം പറയുന്ന ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തീ പിടിച്ച കെട്ടിടത്തിന്റെ മുകളിൽ പെട്ടുപോയൊരു കുട്ടി. ഒരു ബഹുദിന കെട്ടിടത്തിന് തീ പിടിച്ചു. തീ ആളിക്കത്തുമ്പോഴേക്കും ആൾക്കാരെല്ലാം പുക കണ്ടുകൊണ്ട് പെട്ടെന്ന് കൈ കിട്ടിയ സാധനം എല്ലാം എടുത്തുകൊണ്ട് ചാടി ഓടി ഇറങ്ങി, സ്റ്റെപ്പ് ഇറങ്ങി, കെട്ടിടത്തിന് പുറത്തിറങ്ങി, മുറ്റത്തിറങ്ങി മാറി. ഇവിടെ ഫയർഫോഴ്സുകാർ വരുന്നു. അവർ കെട്ടിടം വളഞ്ഞു, കെട്ടിടത്തിലുള്ള എല്ലാവരെയും ഒഴിവാക്കി. അങ്ങനെ തീ കത്തി കയറുകയാണ് കെട്ടിടത്തിന് മുകളിലേക്ക്. അങ്ങനെ കത്തി കയറുമ്പോൾ ഇത് ഏറ്റവും മുകളിലത്തെ നിലയിലെ ജനാലയ്ക്ക് ഒരു കൊച്ചു പെൺകുട്ടി നിന്നുകൊണ്ട് ഉറക്കെ കാറുകയാണ്, പപ്പാ എന്ന് വിളിച്ചുകൊണ്ട്. ഈ വിളി കേൾക്കുമ്പോഴാണ് ആ ഫ്ലാറ്റ് താമസിച്ചിരുന്ന കുടുംബാംഗങ്ങൾ താഴെ ചെതറി നിൽക്കുന്നു. അവർ നോക്കി, അയ്യോ കൊച്ചിനെ എടുക്കാൻ മറന്നുപോയി. കൊച്ച് ഇറങ്ങി പോന്നപ്പോൾ അപ്പുറത്തെ മുറിയിലോ അല്ല റെസ്റ്റ് റൂമിലോ അങ്ങോട്ടായിരുന്നു, അല്ല ഉറങ്ങി കിടക്കുകയായിരുന്നു. ഓടി കയറാൻ നോക്കി പപ്പ മുകളിൽ കൊച്ചിനെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി. പക്ഷേ ഫയർഫോഴ്സ് പറയണത് കയറാൻ പാടില്ല, തീ പിടിച്ചു, ഇപ്പൊ വേണേ വീഴും. പക്ഷെ എൻ്റെ കൊച്ച് ഇപ്പൊ ഫയർഫോഴ്സുകാർ പറയാണ്, പെട്ടെന്നൊരു നെറ്റ് അവര് വല അടിയിൽ വിരിക്കുകയാണ്. പെട്ടെന്ന് എടുത്ത് കൊച്ചിനോട് ചാടിക്കോളാൻ പറ. അപ്പൊ പപ്പ താഴെ നിന്ന് ഉറക്കം വിളിച്ച മോളെ. അപ്പൊ കൊച്ചു മോളിൽ നിന്ന് പപ്പാന്ന് വിളിക്കുകയാണ്, മോളെ പപ്പാ എനിക്കൊന്നും കാണത്തില്ല, എന്റെ കണ്ണെല്ലാം പുകയാണ്, തീ കയറി വരുന്നു, അപ്പാ എനിക്ക് പേടിയാകുന്നു. പപ്പ പറയണം, മോളെ നീ ആ ജനാലേക്ക് എടുത്ത് താഴേക്ക് ചാടിക്കുമോ? അപ്പൊ കൊച്ചു പറയാം, അപ്പാ എങ്ങോട്ടാ ചാടുന്നത്, എനിക്കൊന്നും കാണത്തില്ല, എനിക്ക് പപ്പയുടെ സ്വരം മാത്രമേ കേൾക്കത്തുള്ളൂ. പപ്പ പറയുകയാണ്, മോളെ നിനക്ക് എന്നെ കാണാവോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല, എനിക്ക് നിന്നെ കാണാം, അത് മതി, നീ ചാടിക്കോ, പപ്പായല്ലേ പറയുന്നത്. അപ്പൊ പപ്പായുടെ വാക്ക് കേട്ടുകൊണ്ട് കൊച്ച് ചാടുവോ ഇല്ലയോ എന്നുള്ളതാണ് ഈ കർദിനാൾ സൂവനൻസ് ചോദിക്കുന്നത്. അപ്പൊ അതൊരു അന്ധമായ പപ്പായുടെ സ്വരത്തിന് വിട്ടുകൊടുക്കലിന്റെ ഒരു ചുവടുവെപ്പാണ് ആ എടുത്ത് ചാട്ടം. ചിന്തിച്ചാൻ പോയാൽ ഒരിടത്ത് എത്തിയല്ല, ചാടാൻ പറ്റുകയില്ല. കാരണം തീപ്പെട്ടു പോകുവോ, പപ്പായ്ക്ക് പിടുത്തം കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ വല്ല കമ്പിയിലോ എവിടെ പോയി ഇടിച്ചു തകർന്നാലോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയാൽ കൊച്ചു ചാടിയാൽ അവിടെ പേടിച്ചിരിക്കുള്ളൂ. പക്ഷെ പപ്പായല്ലേ പറയുന്നത് ചാടിക്കോളാൻ. പപ്പയുടെ സ്വരം തിരിയുന്നുണ്ട്. എടുത്ത് ചാടുന്ന കൊച്ച് സുരക്ഷിതമായിട്ട് താഴെ പപ്പയുടെ കാര്യങ്ങളിലേക്ക് വലയിൽ എത്തുകയും ചെയ്യുന്നു. അപ്പൊ സുരക്ഷ പറയണ, ഇതാണ് നമ്മുടെ വിശ്വാസം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ വിട്ടുകൊടുക്കലിലേക്കാണ് ഈ ഒരു 4ാമത്തെ യാചന നമ്മളെ വീണ്ടും വീണ്ടും ക്ഷണിക്കുന്നത്. റോമാലേഖനത്തിന്റെ 8ാമത്തെ അധ്യായത്തിൽ 35 മുതലുള്ള തിരുവചനങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ സമാനമായ ഒരു മനോഭാവം പങ്കുവെക്കുന്നുണ്ടല്ലോ. യേശുക്രിസ്തു വഴി ദൈവവുമായുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? അറിയാം, പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളവയോ ഇനി വരാതിരിക്കുന്നോ എന്തുമായിക്കോട്ടെ, ഞാൻ എൻ്റെ ഉള്ളത്തെ ആ ദൈവവുമായ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ഒന്നിനും സാധ്യമല്ല എന്ന് അപ്പോസ്തലനോട് അടിവരയിട്ട് പറയുമ്പോൾ ഈ ആബാപിതാവിനോടുള്ള വലിയ അടുപ്പം, ബന്ധം
അതിനെ മാറ്റിവെക്കാൻ പര്യാപ്തമായ യാതൊരു അനുഭവം ഇല്ല എന്ന് അപസ്വരം പറയുന്നു. ജോബിന്റെ പുസ്തകം 19 അധ്യായം 26 വാക്യത്തിൽ ജോബ് പറയുന്ന മനോഹരമായ ഒരു വിട്ടുകൊടുക്കലിൻ്റെ, വ്യവസ്ഥയില്ലാത്ത ദൈവ ആശ്രയത്വത്തിൻ്റെ വാക്കുകളുണ്ടല്ലോ. എൻ്റെ ചർമ്മം അഴുകിയാലും എൻ്റെ മാംസത്തിൽ നിന്നും ഞാൻ അവിടുത്തെ ദർശിക്കും. ജോബിൻ്റെ സഹനത്തിൻ്റെ മൂർധന്യാവസ്ഥ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും നന്മ സ്വീകരിക്കാൻ സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഈ സഹനം, ഞെരുക്കം, ക്ലേശത്തിൻ്റെ അപ്പം സ്വീകരിച്ചുകൂടാ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം ജോബിനുണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചതായ ഡൊളിൻഡോ അച്ഛൻ്റെ ആ വിട്ടുകൊടുക്കൽ നൊവേനയിലും ഈശോ പറയുന്നതായിട്ട് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി മൂർച്ഛിച്ച് പ്രതീക്ഷിക്കാത്ത ഉദ്ദേശിക്കാത്ത തകർച്ചയിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ശക്തമായിട്ട് തോന്നുന്ന അനുഭവത്തിൻ്റെ നടുവിലും എന്നിൽ വിശ്വസിച്ചേ ഞാനതെല്ലാം ഭംഗിയാക്കി മാറ്റും, വിട്ട് തന്നാൽ മതി, എനിക്ക് പ്രവർത്തിക്കാൻ അവസരം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് പറ്റും. പഴയ നിയമത്തില് പൂർവ്വപിതാവായ ജോസഫിന്റെ ജീവിതത്തില് 37 അധ്യായത്തില് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ സംഭവങ്ങളെ കുറിച്ചുള്ള സൂചനകള് കൊച്ചുനാളിലെ ചില സ്വപ്നങ്ങളുടെ ദൈവം വെളിപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ട്. സഹോദരന്മാരും മാതാപിതാക്കളും എല്ലാവരും നിന്നെ വണങ്ങുന്ന, ബഹുമാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമെന്നുള്ള സൂചനയായിരുന്നു കറ്റയെല്ലാം വണങ്ങുന്നൊക്കെ പറയുന്നത്. പക്ഷെ പിന്നീട് ജോസഫിനുണ്ടാകുന്ന അനുഭവങ്ങള് തകർച്ചയുടെ, സഹനത്തിന്റെ, ഞെരുക്കത്തിന്റെ മാത്രമാണ്. സഹോദരന്മാർ ഒട്ടും പ്രതീക്ഷിക്കുക അവനെ വിറ്റ് കാശാക്കുന്നു, ഉപദ്രവിക്കുന്നു, ഒട്ടകന്റെ പിടിച്ചത് പിന്നെ പിടിച്ച് വിറ്റ് കാശാക്കുന്നു, അടിമയായിട്ട് അടിമച്ചന്തയിൽ വിൽക്കപ്പെടുന്നു. പൊത്തിപ്പന്റെ വീട്ടിൽ അങ്ങനെ കഷ്ടപ്പെട്ട് പണി ജീവിക്കുമ്പോൾ പൊത്തിപ്പൻ യജമാനത്തിന് നുണ കേട്ടുകൊണ്ട് യജമാൻ അവനെ തടവിലേക്ക് ഇടുന്ന ആ കുടുംബത്തിലുള്ള അവിടെയുള്ള സകല ജോലിക്കാരുടെ എല്ലാവരുടെയും മുമ്പിൽ മാനവും പോയി, ആ ജോലിയും പോയി, തടവിലും ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലുമായി. അങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങളുടെ ഘോഷയാത്ര എന്ന് പറയാവുന്ന പോലെയുള്ള അനുഭവങ്ങൾ യോസേഫ് ജീവിതത്തിലുണ്ടാകുന്നു. അങ്ങനെ 13 വർഷം 30 വയസ്സാകുമ്പോൾ അദ്ദേഹം ഫറവോയുടെ മുമ്പിലെത്തുന്നതും 2 ഫറവായിട്ട് മാറുന്നതും. അപ്പൊ ആ 13 വർഷക്കാലം ഒരുപാട് സഹനങ്ങളിലൂടെ ഇപ്പൊ പറഞ്ഞ പോലെ കഷ്ടതയിലപ്പോൾ ക്ലേശത്തിന്റെ ജലവും മാത്രം കഴിച്ചും കുടിച്ചും നീങ്ങേണ്ട ഒരു അവസ്ഥ. പക്ഷെ ആ കാലഘട്ടത്തിൽ ജോസഫ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നുവെന്ന് 81 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ശക്തമായ സ്തുതിപ്പിന്റെ സങ്കീർത്തനമാണത്. രാത്രിയിലും എല്ലാം ദൈവത്തെ സ്തുതിക്കാൻ, അമാവാസിയിലും പൗർണമിയിലും എല്ലാം ശക്തമായി വാദ്യഘോഷത്തോടെ ഉച്ചത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് ജോസഫിന് ദൈവം നൽകിയ കൽപ്പനയാണ് ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ എന്നോട് പറയുകയാണ്. ജോസഫ് ഈജിപ്തിലേക്ക് തിരിച്ചത് 105 സങ്കീർത്തനത്തിന്റെ 16-17 വാക്കുകൾ പറയുന്നുണ്ട്. കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി, കാല് ചങ്ങല വലിഞ്ഞു, അങ്ങനത്തെ അവസ്ഥയിൽ അദ്ദേഹം പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വല്ലാത്ത ഈ ക്ലേശത്തിന്റെ അപ്പം എന്ന് പറയുന്നതിലൂടെ കടന്നു പോകുമ്പോൾ ജോസഫ് ദൈവത്തെ സ്തുതിച്ചുവെന്ന് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടെ തിരക്കിറങ്ങുന്ന പറയുന്ന എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകേണ്ടതിന്റെ സൂചനയാണ്. ഈ കാര്യങ്ങളെല്ലാം സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞങ്ങൾക്ക് ആവശ്യകമായ അപ്പം അങ്ങ് ഇന്ന് എനിക്ക് തരണമേ. അതെന്താണ്, എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടതാണ് അല്ലെന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. അങ്ങനെ സമ്പൂർണ്ണ വിട്ടുകൊടുക്കലുണ്ട്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിട്ടുകൊടുക്കലിൻ്റെ ഒരു മനോഭാവം അവിടെ ഉണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.